ഹായ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഡെയിലി വീഡിയോസ് സ്റ്റോപ്പായിപ്പോയി. ഇന്ന് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പണ്ട് തുടങ്ങിയ സമയത്ത് പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ടാണ് ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, പെസഹായാണ്. അപ്പോൾ ഇന്ന് പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടു, ദൈവാനുഗ്രഹമൊക്കെ മേടിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി പോയായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും ഡെയിലി വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും കൂടെ വേണം. അപ്പോൾ നമുക്ക് പെസഹയുടെ ആഘോഷങ്ങളിലേക്ക് പോവാം. ഇനി അപ്പം പുഴുങ്ങലുണ്ട്, അപ്പം പുഴുങ്ങി അത് മുറിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഓക്കെ, വിടരുത്. മതി മതി, കുറച്ച് അത്ര അതധികം ആണോ? വറവിനുള്ളതാ കൂടുതൽ, വലിയ പാത്രത്തിൽ വെക്കേണ്ടി വരും വറവ്. നേരെ പിടിക്കൊണ്ട് ചെരിച്ച് പിടിക്കല്ലേ മോനെ. ഇത് വെക്കണ്ടേ? ഏതാണെന്നറിയാം, കുരുത്തോല വെക്കണം. നല്ല ടേബിളിലോട്ടുണ്ട് പറഞ്ഞത്. വലുതാക്കി കൈ പിടിക്കടാ. അടുപ്പത്തോണ്ട് വെച്ചു. അത് ഇളക്കല്ലേ കുരിശ്? അയ്യോ, അപ്പോൾ കുരിശ് ഉടഞ്ഞു പോയില്ലേ? കുരിശ ചപ്പത്തില്ല. കുരിശ് നിനക്ക് കാണണം. കുരിശ് ഞാൻ കണ്ടു, എൻ്റെ ഫോട്ടോയിൽ കണ്ടു. വെള്ളമായിട്ട് വെളുത്തിരിക്കും, ചുമന്നായിരിക്കണം. എന്താ വെള്ളം? ഇതാടാ കുരിശ്. ഇതാ കുരിശിന്റെ ചിത്രം എനിക്ക്. അതാ വെളുത്ത വെള്ളം. എന്താ പാല് വെളുത്തിരിക്കുന്നത്? വെളുത്ത വെള്ളമായിട്ട് മഞ്ഞ കളറിലല്ലേ പാല് വേണ്ടേ? ചുമന്ന ഇതാ വേണ്ട. ഇവിടെ വെക്കും. അവിടെ നോക്കിയാലോ? അതൊക്കെ നമുക്ക് വരച്ച് വെക്കും. അല്ല, മുറിക്കുന്നതിന് മുമ്പ് അത് തന്നെ മതിയെന്ന് നോക്കിയോ? പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ട് ബൈബിളിന്റെ അടിയിൽ പേപ്പർ ഇടണം. ഡൈനിങ് ടേബിൾ അല്ലേ വെക്കണോ? മാത്രമോ? അത് കുഴപ്പമൊന്നുമില്ല. ഇല്ല, നമുക്ക് ഇവിടെ ഇപ്പം ഇതിങ്ങനെ വെച്ചെടുക്കട്ടെ എന്ന് വെച്ചു. ഈശോയുടെ അത് കാണത്തില്ലേ ടി വിയിലുള്ള? ഒടിഞ്ഞിരിക്കും, കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല. ഇടിയാതവിടെ വെച്ചോടി. ഫോട്ടോ എടുക്കാൻ അതങ്ങനെയാ സാധാരണ. കൈ മാറ്റേ. അങ്ങനത്തെ കത്തിയല്ലോ. നെല്ലുണ്ടാകും. ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കും. അപ്പോൾ കറക്റ്റ് യേശുക്രിസ്തു ദിവസമാണ്.
വായിക്കട്ടെ. ആ. ഇച്ചിരി ഉറക്കം വായിക്കണം, നമുക്ക് ഇതിൽ കേൾക്കില്ലല്ലോ. ചേട്ടാ ബൈബിൾ വായിക്കാൻ പോകട്ടോ. പെസഹ ആചരിക്കുന്നു. പെസഹ ബലി അർപ്പിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവിടെ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട നഗരത്തിലെത്തി അവൻ പറഞ്ഞതുപോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരായി, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുട്ടുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രൻ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. കൊണ്ട് നല്ല എന്താണ് എന്താണ് വെള്ളിയമ്മയും കിട്ടുന്നു മധുവെണ്ണ വാടി പെണ്ണെ വാടി കൈ പിടിക്കരുത്. അവർ പിടിച്ചാൽ നീ കൈ അവരുടെ കയ്യിലോ മറ്റേ പിടിക്കണ്ട. ചശിനി ചെറിയ വിശാഖൻ ശ്രീമതി ഗൗരീഷ് നമ്മൾ ചെയ്താൽ പപ്പ വരുന്നില്ലേ അല്ലേ? ആദ്യം ഒരപ്പോ പാല്. അത് കഴിയുമ്പോ അമ്മ, അത് കഴിഞ്ഞ് അച്ഛൻ പിന്നെ ശരി. അതിനേക്കാൾ മൂത്താണ് ഞാൻ. ആളുകള് അച്ഛന് കൊടുക്കുന്നവരെ കണ്ടു. അമ്മ ഇതാ എന്താ അവളൊന്നും കയ്യില്ലാതെ രാജേഷ് എന്നിട്ട് ഇതുണ്ട് ഒരു പാല് ഇതിനകത്ത് ഇങ്ങനെ മുക്കിയിട്ട് മുക്കി പോവാ. അപ്പോൾ ദേ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ രാത്രിയായി, കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ കുറേ നാളായി ലൈഫ് സ്റ്റൈലിൽ ആ ഒരു നമ്മുടെ കണ്ടൻറ്റ് സ്റ്റോപ്പായി പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുമെങ്കിലും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പം കോളേജ് ഫൈനൽ ഇയർ ആണ്, അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഡിഗ്രി എക്സാംസിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ വീണ്ടും ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. പ്രൊജക്റ്റ് ഉണ്ട്, അതിപ്പം ഈ ഒരു ദിവസങ്ങളിൽ തീരും. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. അപ്പം വീണ്ടും പഴയതുപോലെ മുമ്പോട്ട് പോവാം എന്ന് വിചാരിക്കുന്നു.
ഞാനെന്താണോ എൻ്റെ ലൈഫ് എന്താണോ അത് മുൻപത്തെ പോലെ നിങ്ങളിലേക്ക് കാണിച്ച് മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നാളെ കാണാം. ടാറ്റാ.